I am not a SEBI registered advisor or financial advisor. Content shared on this channel is for information and education purposes only and should not be treated as investment or trading advice. Please do your own analysis or take independent professional financial advice before making any investments based on your own personal circumstances. Investment in securities are subject to market risks. Please carry out your due diligence before investing. And last but not the least, past performance is not indicative of future returns. ഹലോ എവരിവൺ. ഇന്ന് 2025 ജൂലൈ 6 ഞായർ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനൽ ഫൺ ടെക് മോമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മീഡിയ കമ്പനികളിൽ ഒന്നായ സി എന്റർടൈൻമെന്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ്. ഈ കമ്പനി ഇന്ത്യയിൽ 50ലധികം ചാനലുകൾ വിവിധ ഭാഷകളിൽ സംപ്രേഷണം ചെയ്യുന്നു. C5 എന്ന ഓൺലൈൻ OTT പ്ലാറ്റ്ഫോം വഴി സീരിയലുകൾ, സിനിമകൾ, ഒറിജിനൽ കണ്ടന്റ്, ന്യൂസ് എന്നിവ സ്ട്രീം ചെയ്യുന്നു. സി സ്റ്റുഡിയോസ് എന്നതിന്റെ ഭാഗമാക്കി സിനിമകൾ നിർമ്മിക്കുകയും തിയേറ്ററുകളിലും OTTയിലുമുള്ള റിലീസുകൾ നടത്തുകയും ചെയ്യുന്നു. മ്യൂസിക് രംഗത്ത് സി മ്യൂസിക് കമ്പനി എന്ന ലേബലിലാണ് പ്രവർത്തിക്കുന്നത്. 170ലധികം രാജ്യങ്ങളിൽ ഇന്ത്യൻ കണ്ടന്റ് പ്രക്ഷേപണം ചെയ്യുന്നു, പ്രധാനമായും വിദേശങ്ങളിൽ താമസിക്കുന്ന ഇന്ത്യൻ ജനങ്ങളെ ലക്ഷ്യമാക്കി. നിലവിൽ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് വളരെ താഴ്ന്ന നിലവാരത്തിലാണ്. ഇതിന് കാരണം 2024 ഫെബ്രുവരിയിൽ സെബി നടത്തിയ അന്വേഷണത്തിൽ ഏകദേശം 2000 കോടി രൂപയുടെ അക്കൗണ്ടിംഗ് അട്ടിമറി നടന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. കൂടാതെ 2024 ജനുവരിയിൽ സി എന്റർടൈൻമെന്റും സോണിയും തമ്മിലുള്ള 10 ബില്യൺ വിലമതിക്കുന്ന മർജർ സോണി റദ്ദാക്കി. ഈ മർജർ സിയെ ഇന്ത്യയിലെ ഏറ്റവും വലിയ മീഡിയ കമ്പനികളിലൊന്നായി മാറ്റുമായിരുന്നു. എന്നാൽ സി ചില സാമ്പത്തിക വ്യവസ്ഥകൾ പാലിക്കാത്തതിനെ തുടർന്ന് സോണി ഈ കരാർ റദ്ദാക്കി. ഈ വാർത്തയും കമ്പനിയുടെ ഭാവി വളർച്ചയിലേക്കുള്ള ആശങ്കയും ഷെയർ വിലയിൽ വലിയ ഇടിവിന് കാരണമായി. 2024 മാത്രം സി എന്റർടൈൻമെന്റിന്റെ ഷെയർ വില 40% ഇടിഞ്ഞു. 2023 ഡിസംബർ മാസത്തിൽ 52 വാരത്തിന്റെ ഉയർന്ന വിലയായ 299 നിന്ന് 2024 മാർച്ചിൽ 89 രൂപയിലേക്ക് വലിയ ഇടിവ് സംഭവിച്ചു. സ്റ്റോക്ക് ഇപ്പോൾ റിക്കവറിയുടെ പാതയിലാണ്. സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 147 രൂപ നിലവാരത്തിലാണ്. ഇത് 52 ആഴ്ചയിലെ ഉയർന്ന നിലയിൽ നിന്നും 10% താഴെയാണ്. കമ്പനിയുടെ വാല്യൂഷൻ നോക്കുകയാണ് എങ്കിൽ PE റേഷ്യോ 10 വർഷത്തെയും 5 വർഷത്തെയും 3 വർഷത്തെയും മീഡിയൻ പിയേക്കാളും താഴ്ന്ന നിരക്കിലാണ് എന്ന് കാണാം. ഇത് വളരെ ആകർഷണീയമായ ഒരു സ്ഥിതിയാണ്. പ്രൈസ് ടു ബുക്ക് വാല്യൂ 1.23 ആണ്. പെട്രോസ്കി സ്കോർ 9 ഉള്ള ഒരു കമ്പനിയാണ്. പെഗ് റേഷ്യോ 4.7 ആണ്. ലാസ്റ്റ് ക്വാർട്ടർ റിസൾട്ട് പരിശോധിക്കുമ്പോൾ റവന്യൂ, നെറ്റ് പ്രോഫിറ്റ്, EPS എന്നിവ കഴിഞ്ഞ വർഷത്തെ സെയിം ക്വാർട്ടറിൽ നിന്നും വളരെ നല്ല റിസൾട്ട് ആണ് എന്ന് കാണാം. 2025 മാർച്ചിൽ അവസാനിച്ച ഇയർലി റിസൾട്ടിൽ കമ്പനി തകർച്ചയിൽ നിന്നും കരകയറുന്നതായി കാണാം. 2023 നിന്നും 24-25 വർഷങ്ങളിൽ റിസൾട്ടുകൾ മെച്ചപ്പെടുന്നതായി കാണാം. ടെക്നിക്കൽസ് നോക്കിയാൽ ചാർട്ടിൽ ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ രൂപപ്പെട്ടതായി കാണാം. മൂവിംഗ് ആവറേജ് ഇൻഡിക്കേറ്റർ കമ്പനിയുടെ പ്രൈസ് പാറ്റേണിൽ ഒരു പോസിറ്റീവ് മൊമെന്റം രൂപപ്പെടുന്നതായി സൂചിപ്പിക്കുന്നു. ഇനി കമ്പനിയുടെ ഗ്രോത്ത് ഡ്രൈവേഴ്സ് കൂടി നോക്കാം. 90ലധികം TV ചാനലുകളും 2,65,000-ലധികം മണിക്കൂർ ഉള്ള കണ്ടന്റ് ലൈബ്രറിയും 300ലധികം C5 ഒറിജിനലുകളും. 2 തമിഴ്, മലയാളം, കന്നഡ, മറാത്തി, ബംഗാളി തുടങ്ങിയ പ്രാദേശിക ഭാഷകളിൽ 50%-ലധികം വ്യൂവർഷിപ്പ്. 3 ടാറ്റാ പ്ലേയുമായി ചേർന്ന് അഡ്രസ്സിബിൾ TV ആഡ്സ് തുടങ്ങിയിട്ടുണ്ട്. 4 AI അടിസ്ഥാനമാക്കിയുള്ള കണ്ടന്റ് ശുപാർശകൾ, ലൈവ് ഇവന്റുകൾ, യൂസർ ജനറേറ്റഡ് കണ്ടന്റ് തുടങ്ങി ടെക്നോളജി ഡ്രിവൻ മാറ്റങ്ങൾ. ഒറ്റ വാക്കിൽ സി ഇപ്പോൾ ഒരു പാരമ്പര്യ TV കമ്പനിയല്ല, അതിനു പകരം ഒരു കണ്ടന്റ് പ്ലസ് ടെക് പവർ ഹൗസ് ആകാൻ ആഗ്രഹിക്കുന്നു. ഈ സ്റ്റോക്ക് ഒരു ടേണറൗണ്ട് സ്റ്റോക്കായി പരിഗണിക്കാം. ഡിസ്ക്ലെയിമർ: ഞാൻ ഒരു സെബി രജിസ്ട്രേഡ് അനലിസ്റ്റ് അല്ല. ഈ വീഡിയോ ഒരിക്കലും സ്റ്റോക്ക് റെക്കമെൻഡേഷനായോ ടിപ്സ് ആയോ പരിഗണിക്കരുത്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപായി നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുമായി ആലോചിച്ചു മാത്രം ഇൻവെസ്റ്റ്മെന്റ് തീരുമാനങ്ങൾ എടുക്കുക. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ കമ്പനിയെയും നമ്മുടെ സ്റ്റോക്ക് ട്രാക്കർ ഗൂഗിൾ ഷീറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ ഷീറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ്.